നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുനമ്പം സമരസമിതി അംഗമായിട്ടുള്ള ഫിലിപ്പ് ജോസഫാണ്. സാറിന് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം സമരവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പറയാനുണ്ട്. സാർ പറഞ്ഞു, ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരള സർക്കാർ പൂർണ്ണമായിട്ടും മുനമ്പം ജനതയെ പീഡിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. എന്താണ് വിഷയം? ഇപ്പോൾ ഈ തദ്ദേശ പഞ്ചായത്ത് സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും മുനമ്പം ജനതയെന്ന് ശരിക്കും ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു കൂട്ടം ആളുകളായി മാറി. പ്രത്യേകിച്ച് മുനമ്പം ജനതയെന്ന് ഞാൻ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ വഖഫ് വിഷയം ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ഒന്നാം വാർഡിനെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പീഡിപ്പിച്ചു. കാരണം ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡ്സിൽ പെട്ടതാണ് കുടിവെള്ളം എന്നുള്ളത്. ഇന്ന് സമ്പൂർണമായും കുടിവെള്ളമില്ലാത്ത ഒരു വാർഡാക്കി അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ ഒന്നാം വാർഡിൽ മാത്രമാണ് മാത്രമാണ് ഈ കുടിവെള്ള പ്രശ്നമുള്ളത്. ഈ ഇത്രയും വാർഡുകളുള്ള പള്ളിപ്പുറം പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഇപ്പോൾ ഇലക്ഷന് മുമ്പ് പിന്നെയും എന്തെങ്കിലും കിട്ടിയിരുന്നു. അപ്പോൾ ഇലക്ഷന് ശേഷം അവിടെ BJP ജയിച്ചു. BJPക്ക് അതിൻ്റേതായ ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചതിന് ശേഷം ഒരു പ്രതികാരം എന്നോണം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ശരിക്കും സമ്പൂർണ്ണമായിട്ടും ഞങ്ങളെ കുടിവെള്ളം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് അവിടെ ഒരു 9 മാസം മുമ്പ് പണിതൊരു റോഡുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ ടൈമിന് വന്ന ആ റോഡ് മുഴുവനായി കുത്തിപ്പൊളിച്ച് അവിടെ പുതിയ പൈപ്പ് ലൈൻ ഇട്ട് അതിനുശേഷം ഇപ്പോൾ വന്ന് വീണ്ടും ആ പൈപ്പ് ലൈൻ അടച്ചു. ഇപ്പോൾ ഒരു 1.5 കിലോമീറ്ററോളം വരുന്ന ഒരു റോഡ് കുത്തിപ്പൊളിക്കണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണ്ടി വരും അവിടെ പൈപ്പ് സ്ഥാപിക്കണമെങ്കിൽ. ഇതിനൊന്നിനും ഇവർക്കൊരു കണക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിപ്പോൾ ആ പൈപ്പ് ഇട്ടത് ശരിയായില്ലെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും അടച്ചു. ഇപ്പോൾ എന്താ പറയുക, ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇപ്പോൾ അക്കരയിട്ട്, കാരണം ഈ ഒന്നാം വാർഡ് ഒരു അപ്പുറത്ത് പോയി അക്കരയും പോയി ആളുകൾ ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ ക്യാനുകളിലായിട്ട് പോയി വെള്ളം കളക്ട് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ഒന്നാം വാർഡിനെ കൊണ്ടെത്തി. മുനമ്പത്തിനൊപ്പം CPM നിൽക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷം നിൽക്കുമെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. ആ പറച്ചിൽ ജനം അത്ര ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് അവിടെ BJPക്ക് വിജയമുണ്ടാകുന്നത് പോലും. അത് സഹിക്കാൻ കഴിയാതെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് തന്നെ സാറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതൊരു തരം പീഡനമാണ്. കാരണം ഒരു തരം പ്രതികാരം തീർക്കുന്നത് പോലെയായി മുനമ്പത്തോട് ഇപ്പോൾ കാണിക്കുന്നത്. എന്നിട്ട് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് 35 വർഷമായിട്ട് ഭരിക്കുന്നത് CPM ആണ്. അവിടുത്തെ MLA CPM കാരനാണ്. അവിടുത്തെ ഇതിനു മുമ്പുണ്ടായ എല്ലാവരും CPM. എന്നിട്ടും ഇവർ പോയി പഞ്ചായത്തിൻ്റെ മുമ്പിൽ CPMകാർ തന്നെ സമരം ചെയ്യേണ്ടതാണ്. അവർ പറയുന്നത് അനധികൃത കൂട്ടുകെട്ട്, അതായത് ഈ വാട്ടർ അതോറിറ്റിയിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ഇവർക്ക് എന്തെങ്കിലും അതിബുദ്ധി കാണിക്കുന്നതാണ്. ഞങ്ങളെന്തോ മണ്ടന്മാരാണെന്ന് പറഞ്ഞാൽ അവരുടെ അതിബുദ്ധിയാണ്. ഞങ്ങളും എന്തെങ്കിലും പ്രതിഷേധം കാണിക്കുക. അവിടെ പ്രതിഷേധം ചെയ്തു തുടങ്ങിയത് BJP ആണ്. BJP ആണ് ആദ്യം പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ ഒരു ഇപ്രാവശ്യം ജയിച്ച ഞങ്ങളുടെ മെമ്പറുണ്ടല്ലോ, കുഞ്ഞുമോനും, പിന്നെ പള്ളിപ്പുറം പഞ്ചായത്തിൽ വേറൊരു മെമ്പറുണ്ട്, സുനിൽ. ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ അവിടെ പോയിരുന്ന് ഒരു ദിവസത്തെ ഉപവാസവും ചെയ്തതിന് ശേഷമാണ് അത് അവർക്ക് വീണ്ടും കോട്ടം തട്ടുമെന്ന് ഓർത്തപ്പോൾ ഈ അതിബുദ്ധിമാന്മാർ ഞങ്ങളെന്തോ മണ്ടന്മാരാണെന്നുള്ളൊരു ഇതിൽ പറവൂർ വാട്ടർ അതോറിറ്റിയുടെ മുമ്പിൽ പോയിട്ട് വീണ്ടും ഒരു സമരം. ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. മനഃപൂർവ്വം CPM പരിഹരിക്കാത്തതും MLAയുടെ എന്താ പറയുക അശ്രദ്ധ, തിരിഞ്ഞുകൂടി നോക്കുന്നില്ല. പല സ്ഥലങ്ങളിലും CPMന്റെ ഭ്രഷ്ട് ഉണ്ട് എന്ന് പറയാറുണ്ട്. അത്തരത്തിലൊരു ഭ്രഷ്ട് കൽപ്പിച്ചതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ്, ഒരു ഭ്രഷ്ടാണ്. കാരണം പല രീതികളിൽ നേർക്ക് നിന്ന് പൊരുതാനുള്ള കരുത്തോ ഒന്നും ഞങ്ങളുടെ ആ പരിസരത്ത് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ, അതായത് ജനങ്ങൾ എങ്ങനെയെങ്കിലും ഇവന്മാരൊരു പാഠം പഠിപ്പിക്കണം ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ഈ ഓഫ് റെക്കോർഡ് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി, തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടി അവിടെ ഉണ്ട്. അതും ഈ പറയുന്ന LDF സർക്കാരിൻ്റെ പ്രതികാര നടപടിയുടെ ഭാഗമാണ് എന്ന് അങ്ങ് പറയുകയുണ്ടായില്ലേ? എന്നാണ് ശരിക്കും അവിടെ സംഭവിച്ചത്? തീരദേശ ഹൈവേ എന്നും നാടിന് നല്ലതാണ്. പക്ഷേ അവിടെ വേറൊരു കാര്യം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തീരദേശ ഹൈവേക്ക് വേണ്ടി ലാൻഡ് അക്വയറിങ് ചെയ്യുന്നുണ്ട്. ഇരുവശങ്ങളിലും എത്ര മീറ്റർ വീതം പഴയ റോഡിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഭൂമി ഏറ്റെടുക്കുന്നത് ഈ ഒന്നാം വാർഡിനകത്തൂടി പോകുന്ന തീരദേശത്തിനകത്തുള്ള എത്രയോ വീടുകൾ നഷ്ടപ്പെടുന്നുണ്ട്, എത്രയോ ആൾക്കാർക്ക് എത്രയോ ഏക്കർ സ്ഥലങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഈ സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് എന്തായാലും ഒരു വില കൊടുക്കുന്നതാണല്ലോ. ഈ തീരദേശ ഹൈവേ ഒന്നാം വാർഡ് കഴിഞ്ഞിട്ടും മറ്റുള്ള വാർഡുകളിലൂടെയും തിരിച്ചു അവർക്ക് എല്ലാവർക്കും പൈസ കിട്ടാൻ പോകുന്നുണ്ട്.
ഒന്നാം വാർഡിലുള്ള ആൾക്കാർക്ക് പൈസ കിട്ടില്ലെന്നാണ് പറയുന്നത്. അതെന്ത് ന്യായമാണ് പറയുന്നത്? അവർ പറയുന്നത് ഇപ്പോഴും ആ സ്ഥലം വഖഫ് ബോർഡിൻ്റെ ആസ്തിവിവര പട്ടികയിലുള്ളത് കാരണം കോടതിയിൽ ഒരു വ്യവഹാരം നടക്കുന്ന കാരണം ഈ കാശ് കൊണ്ടുപോയി കോടതിയിൽ കെട്ടുമെന്നാണ് പറയണം. അതിനർത്ഥം എന്താണ്? സർക്കാർ പോലും സർക്കാരിന് അറിഞ്ഞൂടെ ഇത് ഞങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നതെന്നും ഞങ്ങളാണ് ഇതിൻ്റെ ഉടമസ്ഥരെന്നും. ഒരു തലമുറ 2 തലമുറ 5ഉം 6ഉം തലമുറയായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ ഭൂമി ഏറ്റെടുത്തിട്ട് അവർക്ക് പൈസ കൊടുക്കുന്നില്ല, അതിനപ്പുറത്തുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതും ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഏതെല്ലാം രീതിയിൽ BJP അവിടെ ജയിച്ചു. മറ്റ് 1-ാം വാർഡാണല്ലോ ഇതിൽ പെട്ടുകിടക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഇപ്പോൾ 2-3 വാർഡുകളിലുള്ളവർക്കൊക്കെ ഈ പണം കിട്ടുന്നുണ്ട്. പണം കിട്ടി തുടങ്ങിയിട്ടില്ല. ബട്ട് അവർക്കെല്ലാവർക്കും അവരുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അവരുടെ വീട് ഇപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ്. ബട്ട് ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊന്നും നമ്മളുടെ വീടുകളിൽ എവിടെ കൊടുക്കുമെന്നാ പറയുന്നത്? ഇവർ പറയുന്നത് കോടതിയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചതിന് ശേഷം എന്തെങ്കിലും കേസ് തീരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊരു പറ്റിക്കലാണ്. കാരണം സാധാരണക്കാരുടെ എത്രയോ ഗൃഹങ്ങൾ അവിടെ നശിച്ചു അവർ എടുത്തിട്ട് പോകും. ഈ ആൾക്കാർ എവിടെ പോകും? അതിന് ഇവർക്ക് ഉത്തരമില്ല. ഈ ഇത്രയും പാവങ്ങളുടെ വീടുകൾ പകുതി വീട് പോകുന്നവരുണ്ട്, മുഴുവനായി വീട് പോകുന്നവരുണ്ട്, വീടിൻ്റെ മുൻവശം പോകുന്നവരുണ്ട്. ഈ പറയുന്ന പാവപ്പെട്ടവർ ഇവരാരും മില്യണേഴ്സും ഇല്ല. ഇവരെല്ലാവരും സാധാരണ മത്സ്യത്തൊഴിലാളികളാണ്. അന്നത്തെ ഇവർ ഈ പൊളിച്ചു കളഞ്ഞ വീട് ഈ സർക്കാർ ആരിതിന് ഉത്തരവാദിത്വം പറയും? ആരിത് ഏറ്റെടുക്കും? ഓക്കെ, അപ്പോൾ അവർ പറയും നാടിൻ്റെ വികസനത്തിനാണ്. ഓക്കെ, ബട്ട് ഈ എതിർനിൽക്കലുണ്ടോ അവിടെ പ്രദേശവാസികളുടെ? ഇപ്പോൾ പ്രദേശവാസികൾ ശരിക്കും നിസ്സഹായരാണ് ശരിക്കും. എന്ത് ചെയ്യാം? കാരണം എല്ലാവരും കൂടി യോജിക്കുന്നില്ല ഈ ഒരു കാര്യത്തിൽ. കാരണം റോഡിനടുത്ത് കിടക്കുന്ന ആൾക്കാർക്കാണ് ഈ സ്ഥലം പോകുന്നത്. അപ്പോൾ അതിന് കിഴക്കോട്ട് ആൾക്കാർക്ക് ഇപ്പോൾ തീരുമാനം വന്നതനുസരിച്ച്, അതായത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഏതാണ്ട് അനുകൂലമായ നിലപാടാണല്ലോ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അനുകൂലമായ നിലപാടാണ് വന്നേക്കുന്നത്. പക്ഷേ ഇവിടുന്ന് സർക്കാർ പറയുന്നതും വഖഫ് മുനമ്പം ജനതയ്ക്കൊപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെയാണെങ്കിൽ CPM-ൻ്റെ തന്നെ വാർഡാണ് എന്നും പറയുന്നു, MLA CPM-ൻ്റേതാണെന്ന് പറയുന്നു, എന്നിട്ടും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല? ഇതാണ് കാരണം. എന്താ പറയണ, തോറ്റുപോയതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറയണ പോലെ ഇപ്പം ഞങ്ങൾ ആ ഒരു 1-ാം വാർഡിലെ ജനങ്ങൾ ഒരുതരം പീഡിപ്പിച്ച് ഏതെല്ലാം രീതിയിൽ ഞങ്ങളെ ജയിപ്പിച്ചില്ലേ ഞങ്ങളിത്. അപ്പോൾ ആ ഒരു എന്താണ് അത് തന്നെയാണ് കാരണമെന്ന് കരുതാനുള്ള കാരണം? ഇത്രയും ഒന്നാമത്തെ ഒരു കാര്യം, സർക്കാർ അവിടെ വന്നതിന് ശേഷം ഇല്ലാത്ത കുറേ കഥകളുണ്ടാക്കി നിങ്ങളുടെ കാര്യങ്ങൾ ഭൂമി ഞങ്ങളിപ്പോൾ തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സമരം നടത്തിയിരുന്ന വെച്ചൊരു ഭൂസംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതിയെ കൊണ്ട് സമരം നിർത്തിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അന്നും അറിയാമായിരുന്നു, ജനങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണ് അവിടെ BJP ജയിക്കാനും കാരണം. ഈ ഭൂസംരക്ഷണ സമിതി ഇപ്പം നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഭൂസംരക്ഷണ സമിതി ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു അനുകൂല സംഘടനയായി മാറി. അതുകൊണ്ടാണ് കൺവീനർ തന്നെ അവസാനം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകേണ്ടി വരെ വന്നു. പക്ഷേ ജനങ്ങളുടെ നിന്ന് തല്ല് കിട്ടുമെന്നുള്ളൊരു പേടി വന്നപ്പോൾ അദ്ദേഹം തന്നെ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നിലവിൽ അവിടെ സമരം നടക്കുന്നുണ്ടോ? നിലവിൽ സമരം നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ സമരം പോകുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് നിലവിൽ നടക്കുന്ന സമരത്തിന് ഞങ്ങൾ കുറച്ച് അത്യാവശ്യം നല്ല കൂട്ടായ്മയോടെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സന്ദേശം ഈ ഒരു അഭിമുഖത്തിൽ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ കാരണം, ഈ സമരം നിർത്തിപ്പോയ സംഘടനയുണ്ടല്ലോ ഭൂസംരക്ഷണ സമിതി, അവരിപ്പോൾ ഓടി നടന്ന് പിരിവ് നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് അവർ 3 പേരോട് തന്നെ ചോദിക്കണം. കാരണം ഇപ്പോൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും പിരിവ് കിട്ടില്ല. കാരണം ഇപ്പോൾ കേസുകളെല്ലാം സൗജന്യമായിട്ടാണ് നടത്തുന്നത്, പൂർണ്ണമായും സൗജന്യമായിട്ടാണ്. യാതൊരു ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ള കേസ് നടത്തുന്നത് BJP നേതൃത്വത്തിലുള്ള രാജീവ് ചന്ദ്രശേഖർജി ഏൽപ്പിച്ചിരിക്കുന്ന ഷോൺ ജോർജ് ഇൻചാർജായിട്ട് വളരെ പ്രശസ്തനായ വക്കീൽ മനീന്ദർ സിംഗ് ആണ് ഞങ്ങൾക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്നതും. അതിൻ്റെ എല്ലാ ചെലവുകളും കേരള BJP ഘടകമാണ് ചെയ്യുന്നതും. എൻ്റെ പേരിലാണ്, ഫിലിപ്പ് ജോസഫ് എന്ന് പറയുന്ന എൻ്റെ പേരിലാണ് വക്കാലത്ത് കൊടുത്തിരിക്കുന്നതും. മറ്റുള്ളത് ഈ ഭൂസംരക്ഷണ സമിതി വേണ്ടി കേസ് നടത്തുന്നത് ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്നൊരു അദ്ദേഹം തികച്ചും സൗജന്യമായിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നത് വക്കീലിന് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് പിരിപ്പിക്കണം. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പം പിരിവ് കൊടുത്ത ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയാറുണ്ട് അവർക്ക് കാശ്. അപ്പം ഞങ്ങൾക്ക് പറയാറുണ്ട്, മുനമ്പം സമരം നടത്തുന്നത് പിരിവിന് വേണ്ടിയല്ല,
അവർ 3 പേര് നടന്ന് പിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വയറിന് വേണ്ടിയാണെന്നേ ഞങ്ങൾ പറയുള്ളൂ. കാരണം സമരത്തിന് പൈസയുടെ ആവശ്യമില്ല. അപ്പോൾ പ്രിയമുള്ളവർ കേരളത്തിലുള്ള, കാരണം ഇപ്പോൾ ഇവർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കാശ് കിട്ടാഞ്ഞിട്ട് സമരത്തിന് അനുകൂലമായി വന്ന കുറേ ആൾക്കാരുണ്ട് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് സമരത്തിന്. അപ്പോൾ അവരുടെ നമ്പറുകൾ വിളിച്ച് ഓരോരുത്തരുടെ അടുത്ത് 1000 രൂപ 5000 രൂപ 10000 രൂപയൊക്കെ ചോദിക്കും. ഞങ്ങളുടെ നാട്ടിൽ തന്നെ വിദേശങ്ങളിൽ റിട്ടയർമെൻറ്റ് ലൈഫ് എടുത്തിട്ട് വീട് വാങ്ങിച്ചതാണ്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ ഞാൻ ഈ ഒരു അഭിമുഖത്തിലൂടെ ഒരു സന്ദേശമാണ്, ദൈവത്തെ ഓർത്ത് മുനമ്പം സമരം പിരിവിന് വേണ്ടിയല്ല, ഞങ്ങളുടെ വീടുകൾക്ക് വേണ്ടിയാണ്. ആരെങ്കിലും നിങ്ങളോട് പിരിവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കള്ളന്മാരാണ്, അവരെ ഒഴിവാക്കി വിടുക. അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു 3 പേരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഓടി നടന്ന് പിരിവ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശമൊക്കെ ഞങ്ങളുടെ ഇടപെടൽ കാരണം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. കാരണം ഇതൊരു അവരെ സമരം വയറ്റിപ്പഴപ്പാക്കി. ഞങ്ങൾ സമരം ഉപജീവന മാർഗമാണ്. ഞങ്ങളുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അവർ സമരം ചെയ്തു. അവരിപ്പോൾ അതൊരു എന്താ പറയുക, അവരുടെ വരുമാന മാർഗ്ഗം. അവരുടെ എന്താ പറയുക, ഞങ്ങളിപ്പോൾ അവരെ വിളിക്കുന്ന ഒരു കുറുവാ സംഘമാണ്. ഒരു 3 പേരടങ്ങുന്ന ഒരു കുറുവാ സംഘം ഓടി നടന്ന് പിരിപ്പിക്കുകയാണ് ഇപ്പോൾ.